ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു ആറ്റം അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിഗണോമെട്രിയുടെ പാർട്ട് 3 ആണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പാർട്ട് 1 ആൻഡ് 2 ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1ഉം 2ഉം കണ്ടതിന് ശേഷം 3യിലേക്ക് വരാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യത്തെ 2 സെഷനിലായിട്ട് ട്രിഗണോമെട്രിയുടെ ബേസിക്സും അതുപോലെ തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയായിട്ടുള്ള കൺസെപ്റ്റുകളും മറ്റ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു സെഷൻ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷനിലേക്ക് ഇന്ന് പോകുന്നതിന് മുന്നേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു SSC അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ റെയിൽവേ ആസ്പിറന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ പറഞ്ഞ എക്സാമിനേഷൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ഇപ്പൊ ഏതാണെങ്കിലും ക്വാണ്ട് ആണെങ്കിലും അതുപോലെ തന്നെ റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സമയാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും, അതായത് നിങ്ങളെപ്പോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എക്സാമിനേഷന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോവാം. ഇന്നത്തെ നമ്മുടെ സെഷനിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം എന്താ പറയുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സീക്ക് തീറ്റ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ടാൻ തീറ്റ ഈക്വൽ ടു 9. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടാൻ തീറ്റ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സീക്ക് തീറ്റ ഈക്വൽ ടു 5. കണ്ടുപിടിക്കാനുള്ളതാണ് ഈ 3x സ്ക്വയർ വൈ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ആ കൺസെപ്റ്റ് ഇതാണ്. അതായത് എ സീക്ക് തീറ്റ പ്ലസ് ബി ടാൻ തീറ്റ ഈക്വൽ ടു സി, അതുപോലെ എ ടാൻ തീറ്റ പ്ലസ് ബി സീക്ക് തീറ്റ ഈക്വൽ ടു ഡി. ഒന്നുകിൽ ഇങ്ങനെ വരിക, അല്ലെങ്കിൽ എ സീക്ക് തീറ്റ മൈനസ് ബി ടാൻ തീറ്റ ഈക്വൽ ടു സി, എ ടാൻ തീറ്റ മൈനസ് ബി സീക്ക് തീറ്റ ഈക്വൽ ടു ഡി. ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ഇതാണ്. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതെങ്ങനെ കിട്ടി നമുക്ക്? ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത ശേഷം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെയാണ്, സ്ക്വയർ ചെയ്യുക ദെൻ മൈനസ് ചെയ്യുക. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതുപോലൊരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു? അതെന്ന് പറയുന്നത് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഈക്വൽ ടു സി, അതുപോലെ എ കോസ് തീറ്റ മൈനസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു ഡി. ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനെയും കൂടെ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു ദെൻ ആഡ് ചെയ്തു അല്ലേ. അപ്പൊ അവിടെ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഇതെല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്വയറിങ്ങും ആഡിങ്ങും ഒക്കെ. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നമുക്ക് റിസൾട്ട് ആണ് പ്രധാനം. എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം ദെൻ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലോട്ട് തിരിച്ചു വരാം. ഇവിടെ കണ്ടില്ലേ, എ സിക്ക് തീറ്റ പ്ലസ് ബി ടാൻ തീറ്റ ഈക്വൽ ടു സി, അതുപോലെ എ ടാൻ തീറ്റ പ്ലസ് ബി സിക്ക് തീറ്റ ഈക്വൽ ടു ഡി. അപ്പൊ നമുക്കിവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് നമ്മുടെ കൺസെപ്റ്റ് ഇപ്പൊ പഠിച്ച കൺസെപ്റ്റ് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. എങ്ങനെ വരും നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ്, സോറി പ്ലസ് അല്ല, മൈനസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ. പരീക്ഷയ്ക്ക് നമുക്കിങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട കാര്യമില്ല, കഴിവതും സ്റ്റെപ്പ് കുറയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുക? പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ കാണും, പിന്നെ ഒരു മൈനസ് 2x സ്ക്വയർ വൈ സ്ക്വയർ കാണും. പക്ഷേ ഈ ഒരു മൈനസിനെ നമ്മൾ അകത്തോട്ട് കയറ്റുമ്പോൾ അത് പ്ലസ് ആവും അല്ലേ. അതായത് നോക്കൂ, minus of x raised to 4 plus y raised to 4 minus 2x square y square equal to 81 by 25 എന്ന് കിട്ടും. ഈ മൈനസിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ മൈനസിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് എക്സ് റൈസ് ടു 4 മൈനസ് വൈ റൈസ് ടു 4. ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ഈക്വൽ ടു എന്തെന്ന് വരും? 81 നിന്നും 25 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 56 അല്ലേ. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടേമുകളാണ് ക്യാൻസൽ ആവുന്നത് നോക്കാം. ഈ ടേം ക്യാൻസൽ ആയി.
ഈ രണ്ട് ടേമുകളും ക്യാൻസൽ ആയി. ഇവിടെ നോക്കിക്കേ, 2 + 2 എന്താണ് 4 അല്ലേ. 2x² + 2x² എന്ന് പറഞ്ഞാൽ 4x². 4x² y² = 56. ഇതിൽ നിന്ന് x² y² വാല്യൂ എന്തായിരിക്കും? 56/4 എന്ന് വെച്ചാൽ 14 ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ആണ്. അപ്പൊ 14 × 3 42. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. sec θ = 8x, tan θ = 8/x. കണ്ടുപിടിക്കാനുള്ള 64x² + 64/x². നോക്കിക്കേ, 8x എന്ന് പറഞ്ഞാൽ sec x അല്ലേ, അല്ലെങ്കിൽ sec θ അല്ലേ. അപ്പൊ നമുക്ക് 64x² വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പൊ sec² θ = 64x². ഇനി 8/x എന്ന് പറഞ്ഞാൽ tan θ ആണ്. നമുക്ക് വേണ്ട 64/x². അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. രണ്ട് ഇക്വേഷനെ സ്ക്വയർ ചെയ്തു. നമുക്ക് വേണ്ടത് ഇനി എന്താ? 64x² + 64/x² എന്ന് കരുതി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? sec² θ + tan² θ എന്നേ കിട്ടത്തുള്ളൂ. നമ്മുടെ ആൻസർ അങ്ങനെയല്ല. നമ്മുടെ ആൻസർ നമ്പറാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താലുള്ള ഗുണം എന്താ? sec² θ - tan² θ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതെന്താണ്? 1 ആണ് അല്ലെ. 1 = 64x² - 64/x². 64x² - 64/x². പക്ഷെ നമുക്ക് ആവശ്യം എന്താ? 64x² + 64/x². നമുക്കറിയാം ഇതെങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ആൾജിബ്രയിൽ പഠിക്കും. എന്താണ്? ഇപ്പോ x + 1/x (² എന്ന് പറഞ്ഞാൽ എന്താണ്? x - 1/x (² + 4 ആയിരിക്കും. +4. a + b (² = a - b (² + 4ab). ഇവിടെ a യുടെ സ്ഥാനത്ത് x, b യുടെ സ്ഥാനത്ത് 1/x. ഇതൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ എന്ന് പറഞ്ഞാൽ 64x² + 64/x² ആണ് കാണാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? 64x² - 64/x²ന്റെ ഹോൾ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 64x² - 64/x²ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1 + 4. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √5 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. a + b (² = a - b (² + 4ab). ഇത് നമ്മൾ ആൾജിബ്രയിൽ ആധികാരികമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ √5 ആണ്. ശരി, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് ഈ ചോദ്യം പറയുന്നതെന്ന് നോക്കാം. sin θ + sin² θ = 1. ഓക്കെ, sin θ + sin² θ = 1. കണ്ടുപിടിക്കാനുള്ളത് cos⁴θ + cos⁸ + 2 cos⁻⁶θ. അപ്പോ ഇങ്ങോട്ട് നോക്കുക. sin θയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 - sin² θ ഈക്വൽ ആണല്ലോ. അപ്പൊ sin θയുടെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്? cos² θ ഈക്വൽ ആണ്. ഇനി ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് a², ഇത് b², ഇതെന്താണ്? 2ab. അപ്പൊ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? cos²θ. ബിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? cos⁻⁴θ. അപ്പൊ 2ab എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 × cos⁻²⁴ cos⁻⁴ അല്ലെ. x⁻a × x⁻b എന്ന് പറഞ്ഞാൽ x⁻a + b. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ cos² θ + cos⁻⁴θ (² ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ
ഈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ സൈൻ തീറ്റ അല്ലേ? അപ്പോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതി, സൈൻ തീറ്റ എന്ന് എഴുതി. ഇനി കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ആണെങ്കിൽ കോസ് റൈസ് ടു 4 തീറ്റ എന്തായിരിക്കും, സൈൻ സ്ക്വയർ തീറ്റ ആവണ്ടേ? അപ്പൊ ഈ കോസ് റൈസ് ടു 4ന് പകരം നമ്മൾ എന്ത് കൊടുക്കും, സൈൻ സ്ക്വയർ തീറ്റ കൊടുക്കും, സൈൻ സ്ക്വയർ തീറ്റ കൊടുക്കും, ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ വാല്യൂ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, എത്ര, 1 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പലപ്പോഴും ചോദിച്ച് കാണുന്നുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, എന്താണെന്ന് നോക്കാം. അതായത് ഈ ആംഗിളിന്റെ കൺവേർഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്കറിയാം, ഒരു സർക്കിൾ, ഈ സർക്കിളിന്റെ ചെറിയൊരു പോർഷൻ, ഈ ഒരു പോർഷൻ, ഈ ഒരു ചന്ദ്രക്കല പോലെ നിൽക്കുന്ന ഈ ഒരു പോർഷൻ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആർക്ക്, അല്ലെ? ഈ ഒരു ലെങ്തിനെ നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും, ആർക്ക് ലെങ്ത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ ചെറിയ പോർഷൻ അഥവാ ആർക്ക് സർക്കിളിന്റെ സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, അതിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. മൊത്തം സർക്കിൾ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതായത് ഒരു ആർക്ക് സെന്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെന്ന് പറയുന്നത് സബ്റ്റൻഡ് ചെയ്ത ആർക്കിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ അതിന്റെ റേഡിയസ് ആയിരിക്കും. അപ്പം ഇവിടെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തീറ്റ ഇസ് ഇക്വൽ ടു 1 റേഡിയൻ എന്ന് പറയുന്നുണ്ട്. ഇതെന്താ മീൻ ചെയ്യുന്നത്? ഇതാണ് മീൻ ചെയ്തിരുന്നത്. അതായത് നമ്മള് ആംഗിളിനെ ഡിഗ്രിയിലും പറയാറുണ്ട്, റേഡിയനിലും പറയാറുണ്ട്. അപ്പോ റേഡിയൻ മെഷറിലുള്ള ആംഗിളിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കിളിന്റെ ഒരു ചെറിയ പോർഷൻ ആയിട്ടുള്ള ആർക്ക്, അത് സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു റേഡിയനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു റേഡിയൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 റേഡിയൻ ഇസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഓഫ് യൂണിറ്റ് ലെങ്ത് ഹാവിംഗ് യൂണിറ്റ് റേഡിയസ്. അതായത് ഒരു യൂണിറ്റ് റേഡിയസ് അല്ലെ ഒരു യൂണിറ്റ് മെഷർമെന്റ് വരുന്ന റേഡിയസ്, അതുപോലെ തന്നെ ഒരു മെഷർമെന്റ്, അതായത് 1 യൂണിറ്റ് വരുന്ന ആർക്ക് ലെങ്ത്. അപ്പോ 1 യൂണിറ്റ് ആർക്ക് ലെങ്ത് ബൈ 1 യൂണിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 റേഡിയൻ ആംഗിൾ ആയിരിക്കും. മനസ്സിലാക്കേണ്ടത്, റേഡിയനിൽ നമ്മൾ പറയുന്ന ആംഗിളിനെ, അല്ലെങ്കിൽ ആംഗിൾ ഇൻ റേഡിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു റേഡിയനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 റേഡിയൻ ഇസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 1 യൂണിറ്റ് ആൻഡ് റേഡിയസ് 1 യൂണിറ്റ്. ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ആംഗിൾ കൺവേർഷൻ. എങ്ങനെയാണ് ആംഗിളിനെ കൺവേർട്ട് ചെയ്യുന്നത്? അപ്പം ഈ ഒരു കൺവേർഷൻ അറിയുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ റേഡിയൻ ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആംഗിളിനെ നമ്മൾ ഡിഗ്രിയിലും പറയും റേഡിയനിലും പറയും. എന്താണ് ആംഗിൾ എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ആംഗിളിന്റെ റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെച്ചേക്കുക. എന്താണ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൈ ബൈ 180 ആയിരിക്കും. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. അതുപോലെ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ബൈ പൈ ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഡിഗ്രിയിൽ നിന്നും റേഡിയനിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോ 15 ഡിഗ്രിയെ നമുക്ക് റേഡിയനിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് എന്താ? ഡിഗ്രിയിൽ നിന്നും റേഡിയനിലോട്ട് പോകണമെങ്കിൽ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 15 ഇൻറ്റു പൈ ബൈ 180 ചെയ്യേണ്ടി വരും.
ഓക്കെ, അതായത് π/12 റേഡിയൻ ആണ്. π/12 റേഡിയൻ. ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രിയിൽ നിന്നും റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോ 3π/2 റേഡിയൻ. 3π/2 റേഡിയൻ ഇതിനെ എനിക്ക് ഡിഗ്രിയിലോട്ട് മാറ്റണം. ഞാൻ എന്ത് ചെയ്യണം? 3π/2 കൂടെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടും. എന്തെന്ന് കിട്ടും? പൈയും പൈയും ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പൊ 90 × 3 എന്ന് പറഞ്ഞാൽ എന്താ? 270 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രിയിൽ നിന്നും റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, റേഡിയനിൽ നിന്നും ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നതില് ഒരു പ്രശ്നമുണ്ട്. 15 ഡിഗ്രി ഓക്കെയാണ്, പക്ഷെ 12 മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒറ്റ വരയാണെങ്കിൽ ഇത് മീൻ ചെയ്യുന്നത് മിനിറ്റ് എന്നാണ്, ഡബിൾ ലൈൻ ആണെങ്കിൽ അത് സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ആംഗിളിനെ നമ്മൾ മിനിറ്റ് സെക്കൻഡിലും പറയാറുണ്ട്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ എന്ന് പറയുന്ന ഇതാണ്. 1 ഡിഗ്രി എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ആണ്. അപ്പൊ നോക്കിക്കേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/60 ഡിഗ്രി ആയിരിക്കും. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 മിനിറ്റ് ആയിരിക്കും. മിനിറ്റിനെ വീണ്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ 1/3600 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കും. അപ്പോ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രശ്നം 15 ഡിഗ്രി മാത്രമല്ല, പിന്നെയോ 12 മിനിറ്റിനെ മാറ്റണം. മിനിറ്റിനെ നമുക്ക് ഡിഗ്രിയിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ പഠിച്ചതാണ് എന്താണ്? മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് മാറ്റാനായിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡിനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 30 എന്ത് ചെയ്യുക? 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ചോദ്യം ഡിഗ്രിയിലേക്ക് മാറും. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് പ്രോസസ്സ്. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോ ഡിഗ്രിയിൽ നിന്ന് റേഡിയൻ ആക്കണമെങ്കിൽ π/180, റേഡിയനിൽ നിന്ന് ഡിഗ്രി ആക്കണമെങ്കിൽ 180/π. പിന്നെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിനെ നമുക്ക് 1/60 ഡിഗ്രി എന്ന് എഴുതാം. ഇനി 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡിനെ 1/60 മിനിറ്റ് എന്ന് എഴുതാം. മിനിറ്റിനെ വീണ്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ 1/60 × 1/60 1/3600 ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഓർമ്മിച്ച് വയ്ക്കണം. ആംഗിൾ കൺവേർഷന് ആവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോ, അവയുടെ വാല്യൂസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആംഗിള് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0, 30, അതുപോലെ തന്നെ 45, 60, 90, 180 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പർട്ടിക്കുലർ ആംഗിളിനും അതുപോലെ തന്നെ സൈൻ, കോസ്, ടാൻ എന്നിങ്ങനെയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസിനുള്ള വാല്യൂസ് ഓർമ്മിച്ച് വെക്കണം, പഠിച്ചു വെക്കണം. അപ്പൊ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. അത്യാവശ്യം 0 to 90 വരെ പഠിച്ചു വെച്ചാലും മതി, അത് തന്നെ ധാരാളമാണ്. കോസിന്റെ വാല്യൂ ആണെങ്കിൽ 1, cos 0 1, cos 30 എന്ന് പറഞ്ഞാൽ √3/2, 45 ആകുമ്പോൾ 1/√2, 60 ആകുമ്പോൾ 1/2, cos 90 എന്ന് പറഞ്ഞാൽ 0. ടാനിന്റെ കേസിൽ tan 0 0, tan 30 1/√3, 45 tan 45 1 ആണ്, 60 എന്ന് പറയുമ്പോൾ √3, 90 വരുമ്പം ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് കേട്ടോ. ഇനി കോട്ട് എന്ന് പറയുമ്പം ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ? 0 എന്നുള്ളത് റെസിപ്രോക്കൽ 1/0 ആണ്. ഈ 1/0 എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി. അപ്പൊ ഇവിടെ എന്ത് പറ്റും? ഇൻഫിനിറ്റി വരും. 1/√3 √3 ആവും. 1 തന്നെയാണ്. √3 1/√3. ഇൻഫിനിറ്റി അതായത് 1/0 അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തായി മാറും? 0 ആയിട്ട് മാറും. സോ കോട്ട് 90 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അതുപോലെ തന്നെ കൊസീക്കും സീക്കും എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സൈനിന്റെ റെസിപ്രോക്കൽസ് നോക്കുമ്പോൾ നമുക്ക് കൊസീക്കും, അതുപോലെ കോസിന്റെ റെസിപ്രോക്കൽസ് നോക്കുമ്പോൾ നമുക്ക് സീക്കും കിട്ടും. അപ്പോ കുറഞ്ഞത് 0 മുതൽ 90 വരെ അറിഞ്ഞിരിക്കുക. സൈനും കോസും ടാനും മാത്രം പഠിച്ചാലും മതിയാവും. ഇൻ കേസ് കൊസീക്കും സീക്കും കോട്ടൊക്കെയാണ് ആവശ്യമെങ്കിൽ ഒന്നും നോക്കാനില്ല. ഇപ്പൊ കോട്ടാണെങ്കിൽ ടാനിന്റെ റെസിപ്രോക്കൽ, പിന്നെ സീക്കാണെങ്കിൽ കോസിന്റെ റെസിപ്രോക്കൽ, കൊസീക്കാണെങ്കിൽ സൈനിന്റെ റെസിപ്രോക്കൽ. ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ
സീറോയിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ 1/0 ആണ്. 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ്. ഈ ഒരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കുക. ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാം. ഇതിലിപ്പോ 180, 270, 360 വരെയുള്ള വാല്യൂസ് വരെ പറയുന്നുണ്ട്. അപ്പോ ജസ്റ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. അതായത് സൈൻ എൻ പൈ, സൈൻ എൻ പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. വേർ എൻ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എന്നിങ്ങനെ പോകും. സൈൻ 0 എന്താ? 0 അല്ലേ? സൈൻ എൻ പൈ, എന്നിന് പകരം 1 കൊടുത്താലോ? സൈൻ പൈ, സൈൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ പൈ എന്ന് പറഞ്ഞാൽ സൈൻ 180 ആണ്. സൈൻ 180 0 ആണ്. അടുത്ത എന്നിന് പകരം 2 കൊടുത്താലോ? എന്നിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 2 പൈ, സൈൻ 2 പൈ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 360, സൈൻ 360. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. 2 പൈ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. അതും എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സൈൻ 180 എന്ന് പറഞ്ഞാൽ 0 ആണ്, സൈൻ 360 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇനി അടുത്ത അതുപോലെ തന്നെ കോസ് എൻ പൈയുടെ വാല്യൂ കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1/n ആയിരിക്കും. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? -1/n ആണ്. ഇപ്പൊ നമ്മൾ എന്നിന്റെ വാല്യൂ 1 കൊടുത്തു എന്ന് വിചാരിച്ചോ. എന്നിന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് വരും? കോസ് 0 എന്തെന്ന് വരും? കോസ് 0 1 എന്ന് വരും. അതായത് -1/n. എന്റെ സ്ഥാനത്ത് 0 അല്ലേ? എനിത്തിങ് റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അതുപോലെ എന്നിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിലോ കോസ് പൈ, കോസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് 180 വാല്യൂ എന്തായിരിക്കും? -1/n. എന്നിന്റെ വാല്യൂ 1 അല്ലേ? സോ കോസ് 180 എന്തായിരിക്കും? -1. ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. കോസ് 180യുടെ വാല്യൂ എത്രയാ? -1. കണ്ടില്ലേ? ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇപ്പൊ കണ്ട സൈൻ 360 അതായത് കോസ് 2 പൈ, കോസ് 2 പൈ എന്ന് പറഞ്ഞാൽ -1/2 എന്ത് വരും? 1 വരും. ഈ ഒരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കുക. സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1/n ആയിരിക്കും. ഈ രണ്ട് കൺസെപ്റ്റും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. വേർ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 0, 1, 2, 3 എന്നിങ്ങനെ പോകുന്ന ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കുക. 30 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്താ? π/6. 45 ആണെങ്കിലോ π/4. 60 ആണെങ്കിലോ π/3. 90 ആണെങ്കിലോ π/2. 180 ആണെങ്കിലോ π. 270 ആണെങ്കിലോ 3π/2. 360 ആണെങ്കിലോ 2π. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെന്ററി ഫങ്ഷൻസ്. എന്താണ് കോംപ്ലിമെന്ററി ഫങ്ഷൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട് ആംഗിളുകളുടെ സമ്മ് 90 വരികയാണെങ്കിൽ ആ ആംഗിളുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് വിളിക്കാം. അപ്പൊ അതുപോലെ കോംപ്ലിമെന്ററി ആയിട്ട് ട്രിഗണോമെട്രിക് റേഷ്യോസും വരും. അപ്പം രണ്ട് ആംഗിളുകളുടെ സമ്മ് 90 വന്നു കഴിഞ്ഞാൽ സൈനിന്റെ കോംപ്ലിമെന്ററി കോസ്, കോസിന്റെ കോംപ്ലിമെന്ററി സൈൻ. അതായത് സൈൻ ഈക്വൽ ടു കോസ് ബി, കോസ് എ ഈക്വൽ ടു സൈൻ ബി. കൊസീക്കിന്റെ കോംപ്ലിമെന്ററി സീക്ക്, സീക്കിന്റെ കോംപ്ലിമെന്ററി കൊസീക്ക്. കൊസീക്ക് എ ഈക്വൽ ടു സീക്ക് ബി, സീക്ക് എ ഈക്വൽ ടു കൊസീക്ക് ബി. ടാനിന്റെ കോംപ്ലിമെന്ററി കോട്ട്, കോട്ടിന്റെ കോംപ്ലിമെന്ററി ടാൻ. ടാൻ ഈക്വൽ ടു കോട്ട് ബി, കോട്ട് എ ഈക്വൽ ടു ടാൻ ബി. അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇതിന് നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ എഴുതാം. എന്താണ്? ഇവിടെ നിന്ന് ഞാൻ ഈ കോസ് ബി എടുത്ത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? സൈൻ എ ഇൻറ്റു 1/കോസ് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ 1/കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് ബി. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അടുത്ത ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? സൈൻ ബി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? കോസ് എ ഇൻറ്റു 1/സൈൻ ബി ഈക്വൽ ടു 1. ഈ 1/സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊസീക്ക് ആണ്. അങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്യും. അതേ പ്രോസസ്സ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കൊസീക്ക് കോസ് ബി ഈക്വൽ ടു 1, സീക്ക് സൈൻ ബി ഈക്വൽ ടു 1. മനസ്സിലാക്കേണ്ടത് സീക്കും സൈനും തമ്മിലാണ് റിലേഷൻ, കോസും കൊസീക്കും തമ്മിലാണ് റിലേഷൻ. അടുത്ത് ഇവിടെ വരുമ്പോഴോ ഞാൻ ഈ കോട്ടിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു.
അതായത് ടാൻ എ ഇൻറ്റു 1/tan a ഈക്വൽ ടു 1. 1/tan a എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇവിടെ നമ്മൾ കോട്ടല്ലേ കൊണ്ടുവന്നത്. സോറി, ഇവിടെ ടാൻ അല്ല കോട്ടാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടാൻ അല്ല കോട്ടാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരെയാണ് കൊണ്ടുവന്നത്? കോട്ട് ബി ആണ് കൊണ്ടുവന്നത് അല്ലേ? കോട്ട് ബി. 1/കോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ബി. അതുപോലെ ഇവിടെ എന്താണ്? ഈ ടാൻ ബി ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? കോട്ട ഇൻറ്റു 1/tan ബി ഇസ് ഈക്വൽ ടു 1. 1/tan എന്ന് പറഞ്ഞാൽ കോട്ട്. സോ കോട്ട് എ കോട്ട് ബി ഇസ് ഈക്വൽ ടു 1. അപ്പൊ സീക്ക് സൈനും തമ്മിലാണ് റിലേഷൻ, കോസും കൊസീക്കും തമ്മിലാണ് റിലേഷൻ, ടാനും തമ്മിലാണ് റിലേഷൻ, കോട്ടും തമ്മിലാണ് റിലേഷൻ. ഈ ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് വെച്ചേക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. സൈൻ എ സീക്ക് ബി ഈക്വൽ ടു 1, കോസ് എ കൊസീക് ബി ഈക്വൽ ടു 1, ടാൻ എ ടാൻ ബി ഈക്വൽ ടു 1, കോട്ട് എ കോട്ട് ബി ഈക്വൽ ടു 1. ഇതൊക്കെ എപ്പോൾ നടക്കുന്നത്? ഇതൊക്കെ നടക്കുന്നത് എയും ബിയുടെ സമ്മ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്ര വരണം? 90 വരണം. ഇത് ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യമാണ്. അപ്പം ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ സ്ക്വയർ 15 plus sin square 25 plus sin square 35 plus sin square 45 plus sin square 55 plus sin square 65 plus sin square 75. ട്രിഗണോമെട്രിയിൽ നമ്മൾ ചാർട്ടൊക്കെ പഠിച്ചതാണ്, ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ. പക്ഷെ അവിടെ പ്രശ്നം നമ്മൾ 35-ന്റെയും 75-ന്റെയും വാല്യൂ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇതെങ്ങനെ ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഇത് കോംപ്ലിമെന്ററിയുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ തീറ്റയും ആൽഫ എന്നും പറയുന്ന രണ്ട് ആംഗിൾ, ഇവരുടെ സം എന്ന് പറയുന്ന 90 ആണെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, കോസ് ആൽഫ അല്ലേ? ഈ കോസ് ആൽഫയ്ക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? കോസ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാമല്ലോ. കോസ് 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചും പറയാമല്ലോ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 90 മൈനസ് തീറ്റ. തീറ്റയുടെ ടേംസിലുള്ള റിസൾട്ടും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ സൈൻ 60 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? കോസ് 90 മൈനസ് 60 ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കോസ് 30 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 30യും 60യും കൂടെ ചേരുമ്പോൾ എത്ര വരുന്നുണ്ട്? 90 വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, സീക്ക് തീറ്റ ഈക്വൽ ടു കൊസീക്ക് ആൽഫ. കാരണം അവർ രണ്ടുപേരും കോംപ്ലിമെന്ററി ആണ്. സീക്ക് തീറ്റ എനിക്ക് എന്തെന്ന് എഴുതാം? കൊസീക്ക് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം അല്ലേ? ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതി? 90 മൈനസ് തീറ്റ എന്ന് എഴുതി. സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക്ക് 90 മൈനസ് തീറ്റ. എനിക്ക് തിരിച്ചും പറഞ്ഞൂടെ? കൊസീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സീക്ക് 90 മൈനസ് തീറ്റ ആയിരിക്കും. സീക്ക് 90 മൈനസ് തീറ്റ ആയിരിക്കും. അതുപോലെ എനിക്ക് ഇനിയും പറയാം, ടാൻ തീറ്റ എന്ന് പറഞ്ഞാല് കോട്ട് ആൽഫയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ കോട്ട് ആൽഫയെ ഞാൻ മാറ്റിയിട്ട് എന്താക്കി? 90 മൈനസ് തീറ്റ എന്നാക്കി. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ. തിരിച്ചും പറയാമല്ലോ, കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ. ഈ വക കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ആരൊക്കെ ചേരുമ്പോ 90 ആവുന്നു എന്ന് നോക്കിയാൽ മതി. 15ഉം 75ഉം കൂടെ ചേരുമ്പോ എന്താവും? 90 ആവും അല്ലേ? ഞാൻ ഈ സൈൻ സ്ക്വയർ 15 എനിക്ക് എന്തെന്ന് എഴുതാം? കോസ് സ്ക്വയർ 75 എന്ന് എഴുതാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 90 മൈനസ് തീറ്റ. കോസ് 90 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 75. സൈൻ സ്ക്വയർ 75ഉം കോസ് സ്ക്വയർ 75 എന്തായി? 1 ആയി. അടുത്ത സൈൻ സ്ക്വയർ 25ഉം സൈൻ സ്ക്വയർ 65, 25ഉം 65ഉം കൂടെ ചേരുമ്പോൾ 90. സൈൻ സ്ക്വയർ 25 എനിക്ക് എന്തെന്ന് എഴുതാം? കോസ് സ്ക്വയർ 65 എന്ന് എഴുതാം. കോംപ്ലിമെന്ററി. കോസ് സ്ക്വയർ 65 പ്ലസ് സൈൻ സ്ക്വയർ 65 എന്തായി? 1 ആയി. അടുത്ത സൈൻ സ്ക്വയർ 35ഉം സൈൻ സ്ക്വയർ 55. സൈൻ സ്ക്വയർ 35 എനിക്ക് എന്തെന്ന് എഴുതാം? കോസ് സ്ക്വയർ 55 എന്ന് എഴുതാം. അപ്പൊ കോസ് സ്ക്വയർ 55ഉം സൈൻ സ്ക്വയർ 55 എന്തായി? 1 ആയി. ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇനി പെയർ ആവാതെ നിൽക്കുന്ന ഒരാളുണ്ട്. അതാരാ? സൈൻ സ്ക്വയർ 45 അല്ലേ?
സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2. സൈൻ സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ എന്താ 1/2. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 3 + 1/2. 3 + 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ വിൽ ബി 7/2. നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഇത് കോംപ്ലിമെന്ററിയുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, വലിയൊരു എക്സ്പ്രഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ ഒന്ന് പഠിക്കാം. നോക്കൂ, ഇവിടെ നോക്കിയാൽ 45 - 5, ഇവിടെ 45 + 5. ഞാൻ ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 45 - 5 + 45 + 5. ഇതിന് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താ? 90 ഡിഗ്രി എന്നാണല്ലോ. ആ, ഇപ്പൊ രണ്ട് ആംഗിളുകളുടെ സമ്മ് 90 ഡിഗ്രി ആണ് എങ്കിൽ ടാനും കോട്ടും പരസ്പരം എന്താണ്? കോംപ്ലിമെന്ററി ആണല്ലോ. അപ്പം A + B എന്ന് പറയുന്നത് 90 ആണെങ്കിൽ ടാൻ A എന്ന് പറയുന്നതും കോട്ട് ബി എന്ന് പറയുന്നതും രണ്ട് സെയിം ആണ്. അപ്പോ ഇതും ഇതും ക്യാൻസൽ ആയി. 1 മൈനസ്. ഇവിടെ ഡിനോമിനേറ്റർ നോക്കിക്കേ. ടാൻ എ ടാൻ ബി ഈക്വൽ ടു 1 വേറെ A + B ഈക്വൽ 90 ഡിഗ്രി. 12 78 ചേരുമ്പോൾ 90 ആവുന്നില്ലേ? അപ്പൊ അത് 1 ആയി. ടാൻ എ ടാൻ ബി ഈക്വൽ ടു 1 വേറെ A + B ഈക്വൽ ടു 90 ഡിഗ്രി. 24 66 കൂടെ കൂട്ടുമ്പോൾ എന്ത് വരുന്നുണ്ട്? 90 വരുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ പാർട്ടിലെ ഡിനോമിനേറ്റർ 1 ആയി. ഇനി മുകളിൽ നോക്കുക. മുകളില് cos 19 + sin 71, sec 19 + cosec 71. ആരെങ്കിലും ഒരാളിനെ മാറ്റുക. ഓരോ ബ്രാക്കറ്റിൽ നിന്ന് ആരെങ്കിലും ഒരാളിനെ മാറ്റുക. അപ്പൊ ഞാന് ഈ sin 71 എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? cos 19 എന്ന് എഴുതിക്കൂടെ? കാരണം sin തീറ്റ എന്ന് പറയുന്നത് എന്താ? cos 90 - θ. sin 71 എന്ന് പറയുന്നത് എന്താ? cos 90 - 71. 90 - 71 എന്ന് പറഞ്ഞാൽ cos 90. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ അവിടെ നമുക്ക് 2 cos 19 എന്ന് പറഞ്ഞു. 2 cos 90 ഇൻറ്റു. ഓക്കെ, അടുത്ത് ഈ ഒരു ബ്രാക്കറ്റാണ്. ഈ ബ്രാക്കറ്റിൽ ഞാൻ ആരെ മാറ്റണം? സീക്കിനെ മാറ്റൂ, കൊസീക്കിനെ മാറ്റൂ? ഞാനിവിടെ മാറ്റാൻ പോകുന്നത് സീക്കിനെ ആയിരിക്കും. സീക്കിനെ മാറ്റാൻ കാരണമുണ്ട്. കാരണം പറയാം. സീക്ക് 19 എനിക്ക് എന്തെന്ന് എഴുതാം? കൊസീക്ക് 71 എന്ന് എഴുതാം. അപ്പൊ 2 ടൈംസ് കൊസീക്ക് 71. ഓക്കെ, ഇവിടെ ഞാൻ സൈനിനെ മാറ്റി കോസ് ആക്കി. അപ്പൊ എനിക്ക് 2 ടൈംസ് കോസ് 19. ഇവിടെ ഞാൻ സീക്കിനെ മാറ്റി കൊസീക്ക് ആക്കി. 2 ടൈംസ് കൊസീക്ക് 71. എന്തിനാ ഞാൻ ഇത് ചെയ്തത്? ഇത് ചെയ്തതിന്റെ റീസൺ 2 × 2 നമുക്കവിടെ 4 വരും അല്ലെ? ഇൻറ്റു cos A cosec B ഈക്വൽ ടു 1 വേറെ A + B ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. അപ്പൊ അത് പ്രകാരം ഈ രണ്ട് ടേംസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ആയിക്കോളും. അപ്പൊ നമ്മുടെ ആൻസർ ഫൈനലി എന്ത് വരും? 1 - 4 എന്ന് വരും. സോ -3 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പ്രശ്നമാണ്. അപ്പൊ രണ്ട് എന്താണ് മൈനസിന് അപ്പുറം അപ്പുറമായിട്ട് രണ്ട് റേഷ്യോസ് ആണ്. അതിനെ നമ്മൾ കോംപ്ലിമെന്ററി വെച്ച് സോൾവ് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ആംഗിൾസും കൂടെ കൂട്ടി നോക്കിയപ്പോൾ 90 ആണെന്ന് മനസ്സിലായി. ഇവർ രണ്ടുപേരും കോംപ്ലിമെന്ററി ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സെയിം ആണ്. ടാൻ A = കോട്ട് ബി വേറെ A + B = 90 ഡിഗ്രി. അടുത്ത് ഇവിടെ ആണെങ്കിലോ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ? ടാൻ A ടാൻ B = 1. ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ? ആ, ഇവിടെ ഇപ്പൊ ഞാൻ സൈനിനെയാണ് മാറ്റി കോസ് ആക്കിയത്. ഇവിടെ ഇപ്പൊ ഞാൻ സീക്കിനെ മാറ്റി കൊസീക്ക് ആക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോസിനെ മാറ്റി സൈൻ ആക്കുക, എന്നിട്ട് ഈ കൊസീക്കിനെ മാറ്റി എന്താക്കാം? സീക്ക് ആക്കുക. അപ്പൊ അവിടെ അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. കാരണം സൈൻ A sec B = 1 ആണ്. cos A cosec B = 1 ആണ്. വേറെ A + B = 90 ഡിഗ്രി. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -3 ആണ്. -3. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്? cos 2x + 54 = sin x. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഇത് cos A = sin B എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? cos A = sin B. ഇതാണ്. എപ്പോഴാണ് cos A = sin B എന്ന് നമ്മൾ പറയുന്നത്? cos A = sin B എന്ന് പറയുന്നത് A + B 90 ഡിഗ്രി ആകുമ്പോഴാണ് അല്ലേ? അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെയും വരുന്നു. എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? 2x + 54. ബിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? x ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം? 90 ഡിഗ്രി വരണം. cos A = sin B എപ്പോഴാണ് വരുന്നത്? A + B = 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2x + 54 + x എന്ന് പറഞ്ഞാൽ എത്ര വരണം? 90 വരണം. അതായത് 3x.
3x is equal to 90 minus 54. അപ്പോൾ 36. എക്സിന്റെ വാല്യൂ എന്തെന്ന് വരും? 12 എന്ന് വരും. ഇനി നമ്മുടെ എക്സ്പ്രഷനിലേക്ക് പോകും. 1 by tan 5x എന്ന് പറഞ്ഞാൽ tan 60 പ്ലസ് cosec 5x by 2. 5x എന്ന് പറഞ്ഞാൽ 12 into 5 60. 60 by 2 30. എത്ര വരും? 1 by tan 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ചാർട്ട് പഠിച്ചതാണല്ലേ. tan 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 പ്ലസ് 1 cosec 30. sin 30 എന്ന് പറഞ്ഞാൽ 1 by 2. cosec 30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് √3 1 by √3 plus 2 ആണ്. 1 by √3 plus 2. പക്ഷെ നമ്മുടെ ഓപ്ഷൻ ഒന്നും അങ്ങനെയല്ല കിടക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റാഷണലൈസേഷൻ ചെയ്യേണ്ടി വരും. ഡിനോമിനേറ്റർ കിടക്കുന്ന ടേമിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്റർ കിടക്കുന്നതിന്റെ കോൺജുഗേറ്റ് എന്താ? ഡിനോമിനേറ്റർ കിടക്കുന്നത് √3 plus 2. അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? √3 minus 2 എന്ന് എഴുതാൻ പറ്റൂല, കാരണം അത് നെഗറ്റീവ് ആയിരിക്കും. കാര്യം എന്താ? 1.73 സംതിങ് ആണ് √3. 2 എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലുതല്ലേ, അല്ലേ? അപ്പോ 1.73 ചെറുതാണ്, √3 ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 1 by 2 plus √3 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ 2 minus √3 divided by 2 plus √3 into 2 minus √3. എങ്ങനെ വരും? 2 minus √3 divided by a plus b into a minus b, a square minus b square. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 2 minus √3, ഓപ്ഷൻ ബി. ശ്രദ്ധിക്കണം, √3 plus 2 എന്ന് കിടക്കുന്നു, പക്ഷെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ √3 minus 2 എന്ന് എഴുതരുത്, നെഗറ്റീവ് ആൻസർ ആയി പോകും. പിന്നെ വീണ്ടും മൈനസ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. √3 minus 2, √3 എന്ന് പറയുന്നത് 1.73, 2 എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വലുതായിരുന്നു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കോംപ്ലിമെന്ററി കൺസെപ്റ്റ് പഠിച്ചു. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രന്റ് സിസ്റ്റം ആണ്. ക്വാഡ്രന്റ് സിസ്റ്റം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഡയമെൻഷൻ അല്ലെങ്കിൽ പ്ലെയിനിൽ 2 ആക്സിസുകൾ ഏതൊക്കെയാ? എക്സ് ആക്സിസും വൈ ആക്സിസും. ഓക്കെ, ഈ 2 ആക്സിസും നമ്മൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ ഒരു പോയിന്റ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ, അല്ലേ? ഒറിജിൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ പ്ലെയിനിൽ നമുക്ക് 4 ക്വാഡ്രന്റുകളാണ് ഉണ്ടാവുക. 4 ക്വാഡ്രന്റ്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഏതാ? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ദെൻ നമുക്ക് തേർഡ് ക്വാഡ്രന്റ് ഉണ്ട് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ ഇപ്പോൾ ഞാൻ സർക്കിളും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിളിനെ എങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഓരോ ക്വാഡ്രന്റിലും എങ്ങനെയാണ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പോയിന്റ് സർക്കംഫറൻസിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് 2 പെർപെൻഡിക്കുലേഴ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഈ ഒരു ആംഗിളിനെ തീറ്റ എന്ന് വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ സർക്കംഫറൻസും സെന്ററും തമ്മിലുള്ള ഈ ഒരു ദൂരം ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ്, അല്ലേ? ഓക്കെ, റേഡിയസും അതുപോലെ എക്സ് ആക്സിസും ഇടയിൽ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് ഇവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിൽക്കുന്നതാണ്. ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ ആക്സിസിൽ നിൽക്കുന്ന പോർഷനാണ്. ഇനി ഹൈപ്പോട്ടന്യൂസ് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കും? നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ബേസോ പെർപെൻഡിക്കുലറോ അല്ലെങ്കിൽ ഈവൻ രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ പോലും പ്രശ്നമില്ല, നമ്മൾ സ്ക്വയർ എടുക്കുന്ന സമയത്ത് അത് പോസിറ്റീവ് ആയിക്കൊള്ളും. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എല്ലായ്പ്പോഴും എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രിഗണോമെട്രി റേഷ്യോസ് എടുത്ത് ചെക്ക് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈൻ തീറ്റ എടുക്കുമ്പോൾ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് പോസിറ്റീവ് ആണ്, അല്ലേ? ഹൈപ്പോട്ടന്യൂസ് പോസിറ്റീവ്. അപ്പോൾ സൈൻ എന്ത് കിട്ടി? പോസിറ്റീവ് തന്നെ. ഇവിടെ ഇപ്പോൾ 3 സൈഡുകളും ട്രയാങ്കിളിന്റെ 3 സൈഡുകളും പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്താലും ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്താലും ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എടുത്താലും എന്തെടുത്താലും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വന്നാലോ?
സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വന്നാലോ അവിടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ ക്വാഡ്രന്റിലും അങ്ങനെ ചെക്ക് ചെയ്ത് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ കാര്യം മനസ്സിലാവുന്നതിന് വേണ്ടി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, അഗെയിൻ പി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തു, സർക്കിളിന്റെ റേഡിയസും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് അതിന്റെ ബേസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത്, അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് നിൽക്കുന്നത് പോസിറ്റീവ് വൈ ആക്സിസിലാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് മനസ്സിലാവുന്നത് നോക്കാം. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ, സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പോസിറ്റീവാണ്. ഹൈപ്പോട്ടന്യൂസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ സൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിൽ ഞാൻ കോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസന്റ് ബൈ, തീറ്റയ്ക്ക് അഡ്ജസന്റ് ആരാ, നെഗറ്റീവ്, ബൈ ഹൈപ്പോട്ടന്യൂസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോ മനസ്സിലാക്കേണ്ടത് കോസ് നെഗറ്റീവ് ആണ്. ഇനി ടാൻ എടുത്താലോ, ടാൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഓപ്പോസിറ്റ് പോസിറ്റീവ് ആണ്, അഡ്ജസന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ടാൻ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇതിൽ നിന്ന് മീൻ ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ ആണ് പോസിറ്റീവ് വരുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ ക്വാഡ്രന്റിലും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. എന്താണ്, ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷൻസും അല്ലെങ്കിൽ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും പോസിറ്റീവാണ്. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് ആവുന്നത്. തേർഡ് ക്വാഡ്രന്റിലെ ടാനും അയാളുടെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് ആയിട്ടുണ്ടാവുക. ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും മാത്രമാണ് പോസിറ്റീവ് ആവുക, ബാക്കിയുള്ള ഫംഗ്ഷൻസ് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഈ ക്വാഡ്രന്റ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മള് 4 ക്വാഡ്രന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 90 വരെയാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇത്രയും പോർഷൻ വരുമ്പോൾ 90 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഓരോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, സെന്ററിൽ 90 ഡിഗ്രി സബ്റ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെക്ടറിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് വിളിക്കുന്നത്, ക്വാഡ്രന്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോ 0 ഡിഗ്രിയിൽ തുടങ്ങി 90 വരെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, 90യിൽ തുടങ്ങി 180 വരെയാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, 180യിൽ തുടങ്ങിയിട്ട് 270 വരെയാണ് തേർഡ് ക്വാഡ്രന്റ്, 270യിൽ നിന്ന് 360 വരെയാണ് ഫോർത്ത് ക്വാഡ്രന്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഒരു ആംഗിളിന് ഞാനിപ്പോൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യുകയാണ്. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ അത് ഏത് ക്വാഡ്രന്റിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 0 ഡിഗ്രി പ്ലസ് തീറ്റ എന്ന് പറയാം. അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്, 0 കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ തീറ്റ, അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്നു. ഇനി ഞാൻ ഇങ്ങനെ പറയുവാണ്, അതായത് ഇപ്പോ 90 മൈനസ് തീറ്റ ഒരു ആംഗിൾ പറയുവാണ്, 90 മൈനസ് തീറ്റ, 90 പുറകോട്ട് 90 മൈനസ് തീറ്റ, അതും ഏത് ക്വാഡ്രന്റാണ്, ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിളുകളെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സിംപ്ലി തീറ്റ എന്ന് പറഞ്ഞാലോ 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലോ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോഴോ അവിടെ വരുന്ന ഒരു ആംഗിളിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നു, 90 ഡിഗ്രി പ്ലസ് തീറ്റ, 90 ഡിഗ്രിക്ക് ശേഷം 90 ഡിഗ്രി പ്ലസ് തീറ്റ, അല്ലെങ്കിലോ 180 മൈനസ് തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിളുകളെ തിരിച്ചറിയുന്നത്. ഇനി തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, 180 പ്ലസ് തീറ്റ എന്ന് പറയാൻ പറ്റും, 180ക്ക് ശേഷം വരുന്നത്, അല്ലെങ്കിൽ 270ക്ക് പിന്നിലായിട്ട് വരുന്നത്. ഇതാണ് തേർഡ് ക്വാഡ്രന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ആംഗിൾ എങ്ങനെയായിരിക്കും, 270 പ്ലസ് തീറ്റ, അല്ലെങ്കിലോ 360 മൈനസ് തീറ്റ. 360 മൈനസ് തീറ്റ എന്നും പറയാം, 0 ഡിഗ്രി മൈനസ് തീറ്റ എന്നും പറയാം. ഇതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് 0 പ്ലസ് തീറ്റ എന്നും പറയാം, പിന്നെ എന്തെന്നും പറയാം, 360 പ്ലസ് തീറ്റ എന്നും പറയാം, പ്രശ്നമില്ല. ഇത്രയും കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പം 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, 0 ഡിഗ്രി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാലും എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെയാണ്. 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അതിനുശേഷം എന്താ വരുന്നത്, 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാലോ 270 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലോ എന്താണ്,
തേർഡ് ക്വാഡ്രന്റാണ്. 270 പ്ലസ് തീറ്റ എന്നോ 360 മൈനസ് തീറ്റ എന്നോ 0 ഡിഗ്രി മൈനസ് തീറ്റ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഫോർത്ത് ക്വാഡ്രന്റിൽ നിൽക്കുന്ന ആംഗിൾ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രന്റ് സിസ്റ്റം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സൈൻ 510 പ്ലസ് സീക്ക് 240 പ്ലസ് സീക്ക് 420. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇത് ക്വാഡ്രന്റ് കൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. സൈൻ 510 ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക? അതായത് ഇപ്പൊ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിളിൽ നമ്മൾ കുറെ വാല്യൂസ് പഠിച്ചില്ലേ? അപ്പൊ അറിയുന്ന വാല്യൂവിന്റെ ടേംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റിക്കൊണ്ടുപോകണം. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈൻ 510 അല്ലേ, ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, സൈൻ 540 മൈനസ് 30 എന്ന് എഴുതാമല്ലോ. സൈൻ 540 മൈനസ് 30 എന്ന് എഴുതാം. നമുക്കറിയാം 540 എന്ന് പറഞ്ഞാൽ എന്താണ്? 540 എന്ന് പറഞ്ഞാൽ 90 ഇൻറ്റു 6 ആണ്. അതായത് 90ന്റെ ഈവൻ മൾട്ടിപ്പിൾ ആണ് 90 ഇൻറ്റു 6 മൈനസ് 30. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ ചോദ്യത്തിലെ ഫംഗ്ഷൻ ഏത് ക്വാഡ്രന്റിൽ നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്? 90 ഇൻറ്റു 6 മൈനസ് 30 അല്ലെങ്കിൽ 540 മൈനസ് 30. 540 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ഇൻറ്റു 3 ആണല്ലേ. 180 ദെൻ 360 പിന്നെന്താണ് ഒരിക്കൽ കൂടെ 180. അപ്പം ഈ ഒരു പോയിന്റിലാണ് ഒന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഈ പോയിന്റിലാണ് ഒന്ന് നിൽക്കുന്നത്. ഇനി 540 മൈനസ് 30, 540 മൈനസ് 30 എന്ന് പറയുമ്പോൾ പുറകോട്ട് വരും. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് പറയുന്നത്? 540 മൈനസ് 30, സൈൻ 540 മൈനസ് 30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ക്വാഡ്രന്റ് നോക്കുക. ഏത് ക്വാഡ്രന്റിലാണ് നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷൻ നിൽക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ നിൽക്കുന്നതെന്ന് മനസ്സിലായി. 90 ഇൻറ്റു 6 എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിലും പ്രശ്നമില്ല. 90 ഒരു തവണ വന്നു, 2 തവണ വന്നു, 3 തവണ വന്നു, 4 തവണ വന്നു, 5 തവണ വന്നു, 6 തവണ. ഇനി ഇവിടെ വന്ന് നിന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാക്കിലോട്ടാണ് പോകുന്നത്. മൈനസ് 30 അല്ലേ, മൈനസ് 30. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ ചോദ്യത്തിൽ കിടക്കുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണല്ലോ, അപ്പൊ നമ്മുടെ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. ഈ നോക്കേണ്ടത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണോ ഓഡ് മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. ഇതിപ്പോ 90യുടെ ഈവൻ മൾട്ടിപ്പിൾ അല്ലേ. 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഫംഗ്ഷനെ അതുപോലെ എഴുതുക. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോംപ്ലിമെന്ററി എഴുതുക. ഓക്കെ, അപ്പം ഇവിടെ ഈവൻ മൾട്ടിപ്പിൾ ആയ സ്ഥിതിക്ക് ഞാൻ സൈൻ എഴുതി. ഓഡ് മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ സൈനിന്റെ കോംപ്ലിമെന്ററി കോസ് എഴുതേണ്ടി വന്നേനെ. എന്നിട്ട് എന്ത് ചെയ്യുക? 30 ഇങ്ങോട്ട് എഴുതുക. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? സൈൻ 510ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ 30യുടെ വാല്യൂവിന് സമമാണെന്നാണ് എന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അടുത്തത് നോക്കാം. സീക്ക് 240. സീക്ക് 240. സീക്ക് 240. സീക്ക് 240 നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് 240. സീക്ക് 240യെ ഞാൻ ചാർട്ടിൽ അല്ലെങ്കിൽ ടേബിളിൽ പഠിച്ചിട്ടുള്ള എനിക്ക് അറിയുന്ന വാല്യൂവിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് സീക്ക് 240 എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? സീക്ക് 270 മൈനസ് 30. 270 മൈനസ് 30. ഒന്നുകിൽ 270 മൈനസ് 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ 180 പ്ലസ് 60 എന്ന് എഴുതാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഒന്നുകിൽ 270 മൈനസ് 30 എന്ന് എഴുതുക, അല്ലെങ്കിൽ 180 പ്ലസ് 60 എന്ന് എഴുതുക. രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സീക്ക് 270 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണോ ഓഡ് മൾട്ടിപ്പിൾ ആണോ? 270 എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 90 ഇൻറ്റു 3 ആണല്ലേ, മൈനസ് 30. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ക്വാഡ്രന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ക്വാഡ്രന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 270 മൈനസ് 30. 270 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വരും അല്ലേ. 270 മൈനസ് 30 എന്ന് പറഞ്ഞാൽ പിറകോട്ട്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ നിൽക്കുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ സീക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? തേർഡ് ക്വാഡ്രന്റിൽ ടാൻ മാത്രമല്ലേ പോസിറ്റീവ് ആവൂ, അതായത് ടാനും കോട്ടും മാത്രമല്ലേ പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ സീക്ക് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. ഇനി നോക്കുക, 90 ഇൻറ്റു 3 അല്ലെ. 90 ഇൻറ്റു 3 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷനെ എന്ത് ചെയ്യുക? ഫംഗ്ഷനെ കോംപ്ലിമെന്ററി ആക്കുക. സീക്കിന്റെ കോംപ്ലിമെന്ററി ആരാണ്? കൊസീക്ക് ആണ്. സീക്കിന്റെ കോംപ്ലിമെന്ററി കൊസീക്ക് ആണ്. 30 അതുപോലെ എഴുതി. ഇത് മീൻ ചെയ്യുന്ന എന്താ? സീക്ക് 240യുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് 30യെ സമമായിരിക്കും.
അപ്പം സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, കൊസീക്ക് 30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 2, സോ -2 എന്ന് വന്നു. ഇനി അടുത്ത് എന്താ, അടുത്തത് സീക്ക് 420 നോക്കാം. സീക്ക് 420യുടെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റിനെ എനിക്ക് അറിയുന്ന വാല്യൂവിന്റെ ടേംസിലേക്ക് മാറ്റുക. അതായത് എനിക്ക് അറിയുന്ന വാല്യൂ വരുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുക. 420 എനിക്ക് എങ്ങനെ എഴുതാം? 420 നമുക്ക് എങ്ങനെ എഴുതാം? 450 - 30 എന്ന് എഴുതാം. ഒന്നുകിൽ 450 - 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ 360 + 60 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ സീക്ക് 420 ഇങ്ങനെ എഴുതി, 450 - 30 എന്ന് എഴുതി, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 360 + 60 എന്നും എഴുതാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അപ്പോ നമുക്കറിയാം 450 എന്ന് പറയുമ്പോൾ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണോ ഈവൻ മൾട്ടിപ്പിൾ ആണോ? 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 90 × 5 -30. ഇനി നോക്കുക, ഇനി നമ്മുടെ ക്വാഡ്രന്റ് നോക്കുക. നമ്മുടെ ഫംഗ്ഷൻ ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. 90 × 5, 90 × 1, 90 × 2, 90 × 3, 90 × 4, 90 × 5. ഇനി ഇവിടെ വന്നിട്ട് പുറകോട്ടാണ് പോകുന്നത്, -30. അപ്പൊ ഇവിടെ നിന്നിട്ട് -30. ഓക്കെ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവ് അല്ലേ? നമ്മുടെ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ സീക്കിനെ നമ്മൾ എന്തെന്ന് എഴുതണം? സീക്കിനെ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ടുള്ള കൊസീക്ക് എന്ന് എഴുതണം. ദെൻ 30 അതുപോലെ എഴുതി. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 2 എന്ന് വരും. അപ്പൊ നോക്കൂ, സൈൻ 510 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. സീക്ക് 240 എന്ന് പറഞ്ഞാൽ എന്താ? -2. സീക്ക് 420 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 1/2, അതായത് 0.5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് ക്വാഡ്രന്റ് കൺസെപ്റ്റ് വെച്ച് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനില് കോട്ട് 1755 ഡിഗ്രി പ്ലസ് കൊസീക്ക് 2910 ഡിഗ്രി, കുറച്ച് വലിയ ആംഗിളാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാക്സിമം വലിയ നമ്പർ വെച്ച് നോക്കുക. അതായത് 90 വെച്ച് നോക്കുന്നതിന് പകരം ഒരു 360 വെച്ച് നോക്കുക. അപ്പൊ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ പോർഷൻ നോക്കിക്കേ. ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞാല് കോട്ട് 1755 ഡിഗ്രി ആണ് അല്ലെ? കോട്ട് 1755 ഡിഗ്രി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. 360 × 5 എന്ന് പറഞ്ഞാൽ എന്താ? 360 × 5 എന്ന് പറഞ്ഞാല് 1800 ആണല്ലോ. ഈ 1755 എന്ന് പറഞ്ഞാൽ 1800 - 45 അല്ലേ? അപ്പൊ നമുക്കിനെ എങ്ങനെ മാറ്റി എഴുതാം? കോട്ട് 360 × 5 അല്ലെങ്കിൽ 1800 മൈനസ് എത്രയാ? 45 ഡിഗ്രി. ഇത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? 360 നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു 0-ൽ തുടങ്ങി അവിടെ തന്നെ തിരിച്ചു വരുമ്പോഴേക്കും, അതായത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360. ഇനി എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 360 × 5 ആണെങ്കിലും 360 × 10 ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും വന്ന് നിൽക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി എന്താ ചെയ്യുക? ആ പോയിന്റിൽ വന്ന് നിന്നിട്ട് -45 പുറക്കോട്ടേക്ക്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരുന്നത്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റില് കോട്ട് പോസിറ്റീവ് ആയിരിക്കുമോ അതോ നെഗറ്റീവ് ആയിരിക്കുമോ? ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ്. അപ്പൊ കോട്ട് നെഗറ്റീവ് ആണ്. നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി 360 × 5 360 എന്ന് പറയുന്നത് എന്താണ്? 90 × 4 ആണ്. സോറി, 90 × 4 ആണ് നമ്മുടെ 360 എന്ന് പറയുന്നത്. അപ്പൊ 90 × 4 × 5 എന്ന് പറഞ്ഞാൽ 90 × 20 അല്ലേ? ആണ്. അപ്പോ 90യുടെ ഈവൻ മൾട്ടിപ്പിൾ അല്ലേ? ഈവൻ മൾട്ടിപ്പിൾ ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യണ്ട? ഫംഗ്ഷനെ മാറ്റണ്ട, അതുപോലെ എഴുതുക. ദെൻ 45 ഇങ്ങോട്ടേക്ക് എഴുതി. സോ കോട്ട് 1755ന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. -1. ഇതുപോലെ അടുത്ത പാർട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് നോക്കാം. കൊസീക്ക് 2910 ഓക്കെ, ഈ 2910 നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ആലോചിച്ച് നോക്കുക. 2910 എങ്ങനെ എഴുതാം?
360 ഇൻറ്റു 8 360 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 2880 എന്ന് വരും അല്ലേ? 2880. ഈ 2880 കൂടെ 30 കൊണ്ട് കൂട്ടുമ്പോഴാണല്ലോ 2910 വരുന്നത്. ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൊസീക്ക് 2910 എങ്ങനെ എഴുതാം? കൊസീക്ക് 360 ഇൻറ്റു 8, അതായത് 2880 പ്ലസ് 30 എന്നെഴുതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 360 ഇൻറ്റു 8, അതായത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിനാണ് 360 എന്ന് പറയുന്നത്. അങ്ങനത്തെ 8 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നാലും അന്ന് നിൽക്കാൻ പോകുന്നത് ഈ പോയിന്റിലായിരിക്കും. ഇനി അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ടാ പോകുന്നത്. പ്ലസ് 30. അപ്പൊ ഫസ്റ്റ് ക്വാർട്ടറിലാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നിൽക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാവരും പോസിറ്റീവ് അല്ലേ? എല്ലാവരും പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. 360 ഇൻറ്റു 8. 360 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 90 ഇൻറ്റു 4 ഇൻറ്റു 8 ഉറപ്പായിട്ടും ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ എഴുതുക. ദെൻ 30. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. കൊസീക് 30 എന്ന് പറഞ്ഞാൽ എന്താ? 2. നമ്മുടെ ഇവിടുത്തെ ആൻസർ +2. ഫൈനൽ ആൻസർ അപ്പൊ എന്ത് വരും നോക്കാം. ഇത് -1 ആണ്. കൊസീക് 1755 -1 ആണ്. കൊസീക് 2910 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 1 വരും. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രന്റ് കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ആംഗിളിനെ നമുക്ക് അറിയുന്ന വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കണം. എന്നിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ക്വസ്റ്റനിൽ കിടക്കുന്ന ഫംഗ്ഷന്റെ കോംപ്ലിമെന്ററി എഴുതുക. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതേ ഫംഗ്ഷൻ അതുപോലെ എഴുതുക. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ക്വാഡ്രന്റ് കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വാഡ്രന്റ് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ടൊന്ന് പോവാം. അടുത്തത് നമുക്ക് കുറച്ച് ഫോർമുലാസ് നോക്കാം. ഡബിൾ ആംഗിൾ ഫോർമുല. ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ. ഇപ്പോൾ ട്രിപ്പിൾ ആംഗിൾ ഫോർമുല വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈൻ എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കുറേശ്ശെ ഫോർമുലാസ് നോക്കി പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ആംഗിൾ ഫോർമുലയാണ്. അപ്പൊ ഡബിൾ ആംഗിൾ ഫോർമുല നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് സൈൻ 2a. സൈൻ 2aക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 2 sin a cos a, അതുപോലെ തന്നെ 2 tan a by 1 plus tan square a. sin 2a is equal to 2 sin a cos a അല്ലെങ്കിൽ 2 tan a by 1 plus tan square a. cos 2a വാല്യൂ എന്താ? cos 2a വാല്യൂ എന്ന് പറഞ്ഞാൽ cos square a minus sin square a. ഇനി ഇതില് നമുക്ക് എന്താണ് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താം. അതായത് ഈ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് സൈൻ സ്ക്വയർ ആണല്ലോ. അപ്പൊ കോസ് സ്ക്വയർ എയുടെ വാല്യൂ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കോസ് സ്ക്വയർ എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ് 2a വാല്യൂ നിന്ന് കിട്ടും 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ എന്ന് കിട്ടും. അതുപോലെ സൈൻ സ്ക്വയർ എ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ സൈൻ സ്ക്വയർ എക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷനും കിട്ടും. ഇപ്പൊ തന്നെ നമുക്ക് 3 ഇക്വേഷൻസ് ആയി കോസ് 2a. ഇനി ലാസ്റ്റ് ടാനിന്റെ ടേംസിൽ കോസ് 2aക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ. അപ്പൊ 4 ഇക്വേഷൻസ് ആണ് കോസിന് വരുന്നത് ഡബിൾ ആംഗിൾ ആയിട്ട്. സൈനിന് രണ്ട് ഫോർമുല ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാൻ ആണ്. ടാൻ 2a. ടാൻ 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 ടാൻ എ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ. ഇത് രണ്ടും ശ്രദ്ധിക്കണം. സൈൻ 2a എന്ന് പറഞ്ഞാൽ 2 ടാൻ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണ്. ടാൻ 2a എന്ന് പറഞ്ഞാൽ 2 ടാൻ എ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ. 2 ടാൻ എ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ ആണ് വരുന്നത്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ചോളൂ. 2 ടാൻ എ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ ആണ്. മുകളിൽ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ അത് മാറിപ്പോരുത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡബിൾ ആംഗിൾ ഫോർമുല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ ഈക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം.
കണ്ടുപിടിക്കാനുള്ള എന്താണെന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2 cos സ്ക്വയർ എ മൈനസ് 1 ആണ് അല്ലെ. 2 cos സ്ക്വയർ എ മൈനസ് 1 തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് കോസ് റൈസ് ടു 4a മൈനസ് സൈൻ റൈസ് ടു 4a ഈക്വൽ ടു 5/6. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? കോസ് റൈസ് ടു 4a മൈനസ് സൈൻ റൈസ് ടു 4. ഇത് ഏത് ഫോർമുല കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല ഇല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അതായത് കോസ് റൈസ് ടു 4a മൈനസ് സൈൻ റൈസ് ടു 4a നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. ഇങ്ങനെ എഴുതാമല്ലോ? എഴുതാം. അപ്പൊ ഈ വാല്യൂ ആണ് 5/6 എന്ന് പറയും. ഇതിൽ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം അല്ലെ? 1 ആണെന്ന് അറിയാം. കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എയുടെ വാല്യൂ അപ്പോൾ 5/6 ആയിരിക്കും. ഇനി കണ്ടുപിടിക്കാനുള്ള എന്താണെന്ന് നോക്കിക്കേ. കണ്ടുപിടിക്കാനുള്ളത് 2 കോസ് സ്ക്വയർ എ മൈനസ് 2 കോസ് സ്ക്വയർ എ മൈനസ്. നമ്മൾ തൊട്ട് മുന്നേ ഡബിൾ ആംഗിൾ ഫോർമുല പഠിച്ചായിരുന്നു അല്ലെ? ഡബിൾ ആംഗിൾ ഫോർമുലയിൽ എന്താ പഠിച്ചത്? 2 കോസ് സ്ക്വയർ എ മൈനസ് 1 പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? കോസ് 2a എന്ന് കൊടുക്കാം. അപ്പോൾ കോസ് 2a ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്താണ്? കോസ് 2a തന്നെയാണ്. ഇതേ കോസ് 2a തന്നെയാണ് എന്തെന്ന് പറയുന്നത്? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ എന്നും പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൽ കിടക്കുന്ന അതേ വാല്യൂ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ടാൻ 16ന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ എ. ടാൻ 16ന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ എ. കണ്ടുപിടിക്കാനുള്ളത് കൊസീക്ക് 3 നോട്ട് 2. കൊസീക്ക് 3 നോട്ട് 2 ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊസീക്ക് 3 നോട്ട് 2 302 വലിയൊരു ആംഗിൾ ആണല്ലേ. ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പൊതുവിലെ ക്വാഡ്രന്റ് സിസ്റ്റം വെച്ച് ചെയ്യുന്നതാണ് പതിവ് അല്ലേ. അപ്പൊ നമുക്ക് കൊസീക്ക് 3 നോട്ട് 2 എങ്ങനെ എഴുതാൻ പറ്റും? കൊസീക്ക് 3 നോട്ട് 2 എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് കൊസീക്ക് 270 പ്ലസ് 32 എന്ന് എഴുതാമല്ലോ. കൊസീക്ക് 270 പ്ലസ് 32 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി കൊസീക്ക് 270 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 90 × 3 അല്ലേ, പ്ലസ് 32. ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കും നിൽക്കുക? ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കും നിൽക്കുക? 90 × 3 അതായത് 270 പ്ലസ് 32. 270 ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? വീണ്ടും മുന്നോട്ട് പോകും അല്ലേ, പ്ലസ് 32. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ ഈ പറയുന്ന കൊസീക്ക് പോസിറ്റീവ് ആണോ? ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും ആണ് പോസിറ്റീവ്. കൊസീക്ക് അപ്പം എന്തായിരിക്കും? മൈനസ്, നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ്. 90യുടെ ഓഡ് മൾട്ടിപ്ലൈ ആയ സ്ഥിതിക്ക് കൊസീക്ക് എന്തായിട്ട് മാറും? കൊസീക്ക് എന്തായിട്ട് മാറും? സീക്കായിട്ട് മാറും. 32 ഞാൻ അതുപോലെ എഴുതി. അപ്പോൾ മൈനസ് സീക്ക് 32 എന്നാണ് വന്നിരിക്കുന്നത്. മൈനസ് സീക്ക് 32. ഓക്കെ, ഇനി ഈ 32ഉം 16ഉം തമ്മിലുള്ള ബന്ധം എന്താ? 32ഉം 16ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 2 × 60. ഓക്കെ, സീക്ക് 2 × 60. ഓക്കെ, ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? -1 ബൈ സീക്ക് എനിക്ക് എഴുതാമല്ലോ, 1 cos എന്ന് എഴുതാമല്ലോ. എഴുതാം. അപ്പൊ -1 സീക്കിന് പകരം ഞാൻ എന്താ എഴുതി? 1 cos എന്ന് എഴുതി. 1 cos 2θ എന്നുള്ള ഫോർമുലയിൽ ഇത് കിടക്കുന്നത്. -1 cos 2θ എന്നുള്ള ഫോർമുലയിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചെന്താ? cos 2θ ഈക്വൽ ടു 4 ഇക്വേഷൻസ് പഠിച്ചല്ലേ? 4 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്ന ടാൻ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം?
ഫോർത്ത് ഇക്വേഷൻ ആയിട്ടുള്ള 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എടുക്കേണ്ടി വരും. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് 16 ആണ്. 16 മൈനസ് 1 ഡിവൈഡഡ് ബൈ കോസ് 2 ഇൻറ്റു 16 എങ്ങനെ എഴുതാം? 1 മൈനസ് ടാൻ സ്ക്വയർ 16 അല്ലേ? 1 മൈനസ് ടാൻ സ്ക്വയർ 16 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 16 എന്ന് എഴുതാമല്ലോ. എഴുതാം. ടാൻ 16ന്റെ വാല്യൂ എ ആണ്. അപ്പോൾ ഇതിപ്പോ എങ്ങനെ വരും? മൈനസ് 1 ബൈ 1 മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ സ്ക്വയർ. 1 പ്ലസ് എ സ്ക്വയർ. റെസിപ്രോക്കൽ എടുത്ത് ബോഡി വരുമ്പോൾ 1 പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ കിടക്കുന്ന ഈ മൈനസിനെ ഞാൻ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? എ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1 പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1. 1 പ്ലസ് എ സ്ക്വയർ എന്നും പറയാം, എ സ്ക്വയർ പ്ലസ് 1 എന്നും പറയാം. രണ്ട് സെയിം ആണല്ലോ. നമ്മൾ ഓപ്ഷൻ ഏതായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക? എ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 1. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പല പല കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. കൊസീക്ക് 302 നമ്മൾ എന്ത് ചെയ്തു? ക്വാർട്ടറിന്റെ കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് മൈനസ് സീക്ക് 32 ആണെന്ന് മനസ്സിലായി. 32ഉം 16ഉം തമ്മിലുള്ള റിലേഷൻ എന്നാൽ ഇരട്ടിയാണ്. അപ്പൊ 16ന്റെ ഇരട്ടിയാണ് 32. സോ 2 ഇൻറ്റു 16 എന്ന് എഴുതി. അതിനുള്ള 1 ബൈ കോസ് 2 ഇൻറ്റു 16 എന്നാക്കി. 2 തീറ്റ കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ തീറ്റയ്ക്ക് വരെ 16 ആണെന്നേ ഉള്ളൂ. ടാൻ 16 പകരം എ കൊടുക്കുക. എ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. എ സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് 1. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ട്രിഗണോമെട്രി പാർട്ട് 3 നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ഫർദർ കൺസെപ്റ്റുകൾ നമ്മൾ അടുത്ത സെഷനിലായിരിക്കും കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള പാർട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം 3 കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ പ്രിപ്പയർ ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ കണ്ടന്റുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിനേഷൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ കാണും വരയ്ക്കും ഗുഡ് ബൈ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.